Before I apply sunscreen, I cleanse my face with coffee powder and sugar, and after that I apply a face mask of honey and lemon mixture. Then I apply sesame oil, sesame nallanna to my face, and sesame oil is good for moisturization. And then I apply the sunscreen. I am applying this Himalaya lip balm. Whatever products we are applying, we have to dab it on the face for the quick absorption. So dabbing is good, okay? Don't rub like that. Then I'm applying this eyebrow pencil for the eyebrow shaping. വളരെ തിക്കായിട്ടാണ് ഞാൻ ഐബ്രോസ് എഴുതിയിരിക്കുന്നത്. So I am having this little dark circle. So I am using this Nykaa Matte to Last Full Coverage Concealer. We are trying to create a no makeup look. So I am applying this concealer. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഈ കണ്ണിൻ്റെ ഇവിടെ കൂടെ ചേർത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. അതൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യും. കുറച്ച് സ്പേസ് ഇവിടെ വിട്ടിട്ട് വേണം നമ്മളിങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. See the difference. Creating a no makeup look, we are not applying any sort of foundation or the primer, anything. Now I am applying this loose powder, Nykaa Matte to Last loose powder. I am applying this Nykaa lip glaze. This is a lip gloss for hydrating and radiating. What to radiate? For hydration, for dry skin and for dry lips, I think lip gloss is the best thing. I like to apply lip liner. That is not necessary. If you have lip liner, you can use it. Nykaa Lips Don't Lie. This is the liner I have with me. This will definitely enhance our lip makeup, I think. See the difference. After applying this lip liner, we get a perfect structure, I think. നോ മേക്കപ്പ് ലുക്ക് ആണെങ്കിലും എനിക്ക് ബ്ലഷ് ഇടാൻ ഇഷ്ടമാണ്. ഒരു ലൈറ്റായിട്ടൊരു ബ്ലഷ് ഇടാം. എൻ്റെ നൈക്കാ ഗെറ്റ് ചീക്കി ബ്ലഷ് ഡുവോ ആണ്. ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് ന്യൂട്രൽ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് പകലിടാനുള്ളതാണ്. ഈ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് രാത്രിയിൽ കുറച്ച് ഇടാനായിട്ടുള്ള ബ്ലഷാണ്. സോ നമ്മളിപ്പോൾ നോ മേക്കപ്പ് ലുക്കാണല്ലോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ന്യൂട്രൽ ഷെയ്ഡൊന്ന് ചെറുതായിട്ടൊന്ന് ഇടാമെന്ന് വിചാരിക്കുന്നു. Always smile while applying the blush, so it നമ്മുടെ ചീക്ക് ബോണിൽ തന്നെ വേണം നമ്മുടെ ആ ഒരു ബ്ലഷ് പോകാനായിട്ട്. ഇങ്ങ് വരെ നമുക്ക് കൊടുക്കാം. ഇതെങ്ങനെ ഉണ്ടാവും. ആൻഡ് ഓൾസോ
ഇറ്റ് ആക്ച്വലി ഒരു കോണ്ടോർ പോലെ ഉണ്ട്. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോണ്ടോർ എഫക്റ്റ് വരുന്നുണ്ട്. ബിക്കോസ് ഐ ഹാവ് ദാറ്റ് ഗുഡ് ചീക്ക് ബോൺ നല്ല വിസിബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ബ്ലഷ് ചെയ്യുമ്പോൾ എനിക്കൊരു കോണ്ടോർ എഫക്റ്റ് വരുന്നുണ്ട്. ലുക്ക് എന്താ. So I apply a little bit blush and it also gives me a contour kind of effect also. Yeah, I like it. So കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഞാൻ ഹിമാലയയുടെ ഒരു കൺമഷിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ണെഴുതാം. ഈ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്രീമായിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം അപ്ലൈ ചെയ്ത ശേഷമേ പൗഡർ പ്രോഡക്ട്സിലോട്ട് വരാവുള്ളൂ. ആദ്യം നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ക്ലെൻസിങ്, പിന്നെ നമുക്ക് ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ആണ് നമ്മൾ പ്രൈമർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, പിന്നെ നമ്മൾ കൺസീലറും ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക്, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് ചെയ്യണം. ഐ മേക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹിമാലയൻ കൺമഷി എഴുതി കൊടുത്തതേ ഉള്ളൂ. പിന്നെ ലിപ്പ് നമുക്കിതേപോലെ പല ലെയർ നമുക്ക് യൂസ് ചെയ്യാം ലിപ്പിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ലിപ് ബാം ഇട്ടു, ലിപ് ലൈനർ ഇട്ടു, ലിപ് ഗ്ലോസ് ഇട്ടു. സോ ഇതാണ് നമ്മുടെ ലുക്ക്. ഡേ ടു ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക്, ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ഈ നോ മേക്കപ്പ് ലുക്ക് എന്നുള്ളത്. പിന്നെ അത്രയ്ക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള ചീക്ക് ബോൺസ് ഒന്നും ഇല്ലാത്തവർക്ക് ലൈറ്റായിട്ടൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഹൈലൈറ്റർ യൂസ് ചെയ്യാം താല്പര്യമുള്ളവർക്ക്. ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മെയിനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം, ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം, ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം, ഇവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ ലൈറ്റായിട്ടൊന്ന് നമ്മുടെ മേക്കപ്പ് സ്പ്രേ, ഫിക്സിങ് സ്പ്രേയും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഫിക്സിങ് സ്പ്രേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഇതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഫിക്സിങ് സ്പ്രേ അല്ലെങ്കിൽ ആ സ്പ്രേ ഇല്ല, ഫിക്സ് ചെയ്യുന്ന സ്പ്രേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, സെറ്റിംഗ് സ്പ്രേ ഇട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു കേക്കി പോലെ ആവും. പിന്നെ നമ്മൾ സണ്ണിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഡാർക്ക് പോലെ ആവും. നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റായി കൊടുക്കാനായിട്ട് നമ്മൾ ഫിക്സിങ് സ്പ്രേ അടിച്ചിട്ട് ഞാനത് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണം. ആക്ച്വലി എനിക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ഉണ്ട്, എന്നിട്ട് ഞാൻ ഐബ്രോസ് എഴുതിയ കാരണം ഒരു കൈൻഡ് ഓഫ് വിയേർഡ് ലുക്ക് ഉണ്ട്. ഇത്രയും തിക്കായിട്ട് ഐബ്രോസ് എഴുതണം എന്ന് നിർബന്ധമില്ല കേട്ടോ. എനിക്ക് ഐബ്രോസ് എഴുതേണ്ട കാര്യമില്ലായിരുന്നു, അതാണ് ഇപ്പോൾ ഇതൊരു വിയേർഡ് ലുക്ക് വന്നത്. പക്ഷേ എപ്പാട്ട് ഐബ്രോസ് ബാക്കി ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക. Yeah, I know eyebrows plays a vital role, but still yes, എനിക്ക് എപ്പോഴും തിക്കായിട്ടുള്ള ഐബ്രോസ് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഐ പ്രിഫർ തിക്ക് ഐബ്രോസ്. അങ്ങനെ വൺ തിങ്, നമ്മൾ കൂടുതൽ പ്രൊഫഷണൽസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒത്തിരി പുട്ടി അടിച്ച പോലുള്ള മേക്കപ്പ് അവർ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത പോലെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ആണ്. ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് ഇവിടെയൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ കണ്ണിനോട് ചേർത്തൊക്കെ കൺസീലർ ഇട്ടാൽ വേറൊരു പാച്ചി ലുക്കായിരിക്കും വരുന്നത്. അത് നമ്മൾ ഒത്തിരി മേക്കപ്പ് ഇട്ടതുപോലെ തോന്നിക്കും. അത് മാത്രമല്ല നമുക്ക് അത്രയും പ്രോഡക്റ്റിൻ്റെ ആവശ്യം വരുന്നതുമില്ല. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ആണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതെന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അത്രയും സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാം. പിന്നെ ലോറിയൽ പാരിസിൻ്റെ ആണ് എനിക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു മേക്കപ്പ് റിമൂവർ എന്ന് പറയുന്നത്.
വാട്ടർ പ്രൂഫ് മേക്കപ്പിനും പറ്റിയ ഒരു മേക്കപ്പ് റിമൂവറാണ്. അപ്പം നമ്മൾ എപ്പോഴും രാത്രിയിൽ കിടക്കുന്നതിനൊക്കെ മുന്നേ നമ്മുടെ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്ത്, ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മേക്കപ്പൊക്കെ കളഞ്ഞ് രാത്രിയിലത്തെ സ്കിൻ കെയർ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് വിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട്. സോ ദാറ്റ്സ് ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ കുറച്ച് 1-2 മേക്കപ്പ് ടിപ്സൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ഐബ്രോസ് അത്രയ്ക്ക് ശരിയായിട്ടില്ല. കാരണം എനിക്ക് ഓൾറെഡി തിക്ക് ഐബ്രോസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്തപ്പോഴത്തേനും ഒരു വിയേർഡ് ലുക്കായിട്ടുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. വേണമെങ്കിൽ മേക്കപ്പ് റിമൂവർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.